ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്വാഗതം. രാവിലെയാണ്. ഇന്ന് മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ പൂര മഹോത്സവമാണ്. ഈ ഉത്സവത്തിനൊക്കെ നമ്മൾ ഇവിടെ വരാതെ എവിടെ പോകാനല്ലേ? നോക്കൂ, ഇന്നലെയായിരുന്നു പ്രസിദ്ധമായ കാളവേല, ഇന്നാണ് ഗംഭീരമായിട്ടുള്ള പൂരം. നമുക്ക് എന്തായാലും പൂരത്തിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. പ്രസാദമായിട്ട് വരികയാണ്. പ്രാർത്ഥിച്ചു. സൂപ്പർ. എവിടെ വീട്? തിരുവാഴിയോട്. നമ്മളെ പൂരം തന്നെയാണ്. നമ്മുടെ പൂരം തന്നെ. കക്കണ്ടമുന്തിരി സ്ഥിരമുള്ളതാണ്. ശരി, അപ്പൊ ഞാൻ മറ്റാളുകളൊക്കെ ഒന്ന് കണ്ടുവരട്ടെ. ശരി, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. യെസ്, അപ്പൊ എന്തായാലും ഇന്ന് ഇവിടെ പറയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പറയെടുപ്പിന്റെ കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഉത്സവ മാമാങ്കമാണ്. നമുക്ക് എന്തായാലും ഒരുപാട് ആളുകൾ ഇന്ന് രാവിലെ തൊഴുകാൻ വരും. ആ തൊഴുകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിന്റെ പൂര വിശേഷങ്ങളുമായിട്ട് ഞാൻ അങ്ങനെ പോവുകയാണ്. പ്രിയ പ്രേക്ഷകരെ, നമുക്കറിയാം ഈ പൂരം ഉത്സവം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ചില വള്ളുവനാടിന്റെ മാത്രം അഹങ്കാരമായ കുറെ ഉത്സവങ്ങളാണ്. ആ ഉത്സവത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് പൂരത്തിന്റെ വിശേഷം? എന്താ? അയ്യോ, ഞാൻ വന്നിട്ടില്ലായിരുന്നു. 30 കാളകളുണ്ടായിരുന്നു. 30 കാളകളും 12 മണിക്ക് എത്തി. 12:10 അരി എറിഞ്ഞു. വളരെ സന്തോഷകരമായിട്ട് ഓരോ കാളകളും 10 മിനിറ്റ് വീതം നടക്കിൽ വന്ന് കളിച്ചു, പിരിഞ്ഞു പോയി. സന്തോഷായി. ഹോസ്പിറ്റൽ, അത് കാരണം കൊണ്ട് ബിസിയായിരുന്നു. എത്ര ആനകളാണ് വരുന്നത്? ഇന്ന് നമുക്ക് 28 പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ 30 ഉണ്ടാവും. അപ്പോൾ അത് ആനയുടെ കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലും. ഏതായാലും പടിഞ്ഞാറൻ പൂര കമ്മിറ്റി കൊണ്ടുവരുന്നത് 7 ആനകളാണ്. തെക്കൻ പൂര കമ്മിറ്റി കൊണ്ടുവരുന്നത് 5 ആനകളാണ്. വടക്കൻ പൂര കമ്മിറ്റി കൊണ്ടുവരുന്നത് ചിലപ്പോൾ 11 ആവും, അല്ലെങ്കിൽ 13 ആവും. കിഴക്കൻ പൂര കമ്മിറ്റി 5 ആനകളും പഞ്ചവാദ്യം കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ആന വരുന്നുണ്ടല്ലോ. ആ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ പടിഞ്ഞാറൻ പൂരം രാമരാജാവിനെ കാണാൻ തന്നെയാണ് ഇവിടെ ആളുകൾ. അതല്ലേ, അത് ഉറപ്പാണ്. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ പടിഞ്ഞാറൻ പൂര കമ്മിറ്റിയുടെ ഏറ്റവും വലിയ ആന. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന നമ്മുടെ മാങ്കോട് ഭഗവതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കപ്പെടുകയാണ്. ഇതിനു മുമ്പ് എഴുന്നള്ളിച്ചിട്ടുണ്ട്, വടക്കൻ പൂര കമ്മിറ്റി എഴുന്നള്ളിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ഒരു വർഷത്തെ പൂരത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ഇന്ന് എന്തൊക്കെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വഴിപാടുകൾ, അതേപോലെ തന്നെ ഉത്സവങ്ങളുടെ വഴിപാടുകളുടെ മുമ്പിൽ നമുക്ക് ഉള്ളിൽ പോയാൽ നമുക്കത് കാണാം. തിരിച്ചെല്ലാം. യെസ്, റൈറ്റ്. അപ്പൊ എന്തായാലും ഇവിടെ കുറെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. രാവിലെ വന്നാണ് തോന്നുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് പൂരത്തിന്റെ വിശേഷം? വിശേഷം നല്ല വിശേഷം. എപ്പോ വന്നു? 8 മണിക്ക് വന്നു. നമ്മുടെ പേരെന്താ? രാധാമണി. ഇവിടെ അടുത്ത് തന്നെ. നമ്മുടെ ഉത്സവമാണ്, കുറെ കാലങ്ങളായിട്ട് കാണുന്നതാണ് അല്ലേ? പ്രാവശ്യം വന്നു. അല്ല, ഞാൻ മാതൃസമിതിയുടെ ആളുകളായിട്ടാണ്. പൂരത്തിന്റെ വിശേഷം ഒന്നും ഇല്ലാന്ന് പറഞ്ഞല്ലേ? നല്ല പരിപാടി. ഇവിടെ ആഘോഷ കമ്മിറ്റിന്റെ അന്നദാനം ഉണ്ടായിരുന്നു. അതിലേക്കൊക്കെ എത്ര ദിവസം ഞങ്ങൾ ഇവിടെ ഇരുന്ന് പിരിക്കുകയായിരുന്നേ. പിരിവ് കറക്റ്റ് നടന്നില്ലേ? പിരിവൊക്കെ കറക്റ്റ് ആയിട്ട് നല്ല സംഭാവന കിട്ടി. അത്ര ദിവസം ഉച്ചയ്ക്ക് പ്രസാദം ഇന്നില്ല. ഇന്ന് തിരക്കല്ലേ. ഇന്നലെ വൈകുന്നേരത്ത് ഒന്നുമില്ല. ഇനി നാളെ ഉണ്ട്. എന്തായാലും ഞാൻ മറ്റു ആളുകളെയൊക്കെ ഒന്ന് കാണട്ടെ. യെസ്, ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. യെസ്, ഗുഡ് മോർണിംഗ്. നമ്മളെ ഇലക്ഷന്റെ ചൂട് കഴിഞ്ഞു. ഇപ്പൊ പൂരത്തിന്റെ ചൂട്. വേറെ ഇലക്ഷൻ ചൂട് അല്ല, ഇന്ന് തൊട്ട് നാളെ തൊട്ട് വീണ്ടും ഇലക്ഷന്റെ ചൂട്. 2 ദിവസം മൂപ്പര് ഗ്യാപ്പിട്ടു. പൂരം അടിപൊളിയല്ലേ? മാങ്ങോട്ട് പൂരം പറഞ്ഞ് ഇങ്ങനെ കാണാൻ പോകുന്ന ഒരു പൂരം ചുറ്റുവട്ടത്തില്ല. അതായത് ഒരു 30 ആന നിരന്ന് നിന്ന് 30 ആന ഇതേപോലെ ഒരേപോലെ നിരന്ന് നിന്ന് 30 ആന നിരന്ന് നിന്ന് കാണുന്ന ഒന്ന്. അത് കഴിഞ്ഞ് അതിലെ 4 ആന എഴുന്നള്ളിച്ചിട്ട് ഇവിടെ വീണ്ടും തലപ്പൊക്കം പോലെ നിന്ന് അതിൻ്റെ ഒരു മത്സരം പോലെ നടത്തി കൃത്യമായിട്ട് ഉണ്ണീഷന്മാരുടെ മേളത്തോടു കൂടി ഉള്ളിൽ കയറി ഈ ചുറ്റുവട്ടത്തെ. അതായത് ഇപ്പൊ ഇത്തിരി നല്ലൊരു പൂരം പറഞ്ഞാൽ നമ്മൾ തൂതക്കിൽക്കിട്ട് പോട്ടി വരും, സമയം എടുക്കുന്നത്. അതെ, അപ്പൊ നല്ലൊരു പൂരം മാക്സിമം ഞങ്ങളെല്ലാവരും നല്ല ഉഷാറോടുകൂടെ അതിനുവേണ്ടി പ്രവർത്തിച്ചു. പൂരം ഉത്സവമൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവരും ഒരേ മനസ്സും ഒത്തൊരുമിച്ചാണ്. ഇവിടെ രാഷ്ട്രീയമല്ല, മതമല്ല, ഒന്നുമില്ല. തെച്ചിക്കോട് രാമേന്ദ്രനാണ് ദേശത്തെ തടമ്പേറ്റത്. അതല്ല, നല്ല 4 ആന അല്ലേ? നല്ല 4 ആന. 4 ദേശം എന്ന് പറഞ്ഞാൽ നല്ല ആനകൾ. ഏറ്റവും ഉഷാറുള്ള ആനകളാണ്. ഗംഭീരം. പടിഞ്ഞാറുന്ന് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ, തെക്കുന്ന് ഊട്ടോളി രാമൻ, വടക്കുന്ന് ചർക്കി കാളിദാസൻ, കിഴക്കുന്ന്
ഗുരുവായൂർ രാജശേഖരൻ. വടക്കും കിഴക്കും തെക്കും മത്സരിക്കുകയാണ്. മത്സരം നല്ലൊരു മത്സരം. മത്സരം ഉണ്ടായാലേ സംഗതി ഉഷാറാവും. നമ്മളെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. എന്താ ചേട്ടൻ പേരെന്താ? ശിവശങ്കരൻ. ഏത് കമ്മിറ്റിയാണ്? ആഘോഷ ആഘോഷ കമ്മിറ്റിയാണ്. യെസ്, ആഘോഷ കമ്മിറ്റിയിലാണ് ശിവശങ്കരേട്ടൻ. ഗംഭീരാണ്, എല്ലാവരും ഭയങ്കര വൈബിലാണ്, ഭയങ്കര ഓണിലാണ്. ഇത് ഞങ്ങളുടെ ഉത്സവമാണ്, ഞങ്ങൾ ഗംഭീരമാക്കും. തീർച്ചയായിട്ടും അടിപൊളിയാക്കും. ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നില്ല, ഞാൻ ഇനി വൈകുന്നേരം പോകുള്ളൂ. എന്ത് ഇവിടെ ഞങ്ങൾ ഈ ഏരിയയിൽ ഇവിടെ ഉണ്ടാവും, എന്ത് സഹായം ഞങ്ങൾക്ക് ചോദിക്കാം. ഞങ്ങൾക്ക് എന്ത് പേടി? അതാണ് പേടി. അതാണ്. നമുക്ക് ഉള്ളിലേക്ക് പോയാലോ? അമ്പലത്തിനുള്ളിലേക്ക് പോയാലോ? യെസ്, അമ്പലത്തിനുള്ളിലേക്ക് പോവാം. യെസ്, റൈറ്റ്. നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ പോവുകയാണ്. ക്ഷേത്രത്തിനകത്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ? യെസ്, റൈറ്റ്. യെസ്, ഇത് പറന്നർപ്പോൾ അതെ, എല്ലാ എന്ന് പറഞ്ഞാൽ പറന്നർപ്പ് നമ്മളെ കുടുംബത്തിന്റെ ഓരോ പറയ്ക്കും ഓരോ പിന്നെ ഇതിനും ഒരു ഐതിഹ്യങ്ങളുണ്ട്. അതായത് ശർക്കര, പിന്നെ മലര്, അരി, അവില്, മഞ്ഞൾപ്പറ, നെല്ല്, ഇത്രയും പറകളാണ് ഇപ്പോൾ ഇവിടെ നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഭക്തനും ഇപ്പോൾ നെല്ല് കർഷകൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന നിറപ്പറയാണ് നെല്ല്. അതേപോലെ അവില് അതിനോടനുബന്ധിച്ചാണ്. മഞ്ഞപ്പറ ഐശ്വര്യത്തിന്, സ്ത്രീകളുടെ മംഗല്യ ഭാഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇതാണ് മഞ്ഞപ്പറ. പിന്നെ അരി ഉണ്ട്, മലര് വ്യക്തിപര നിർഭരമാണ്. ശർക്കര, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തേങ്ങ ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ പറകളും നിറച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്കും അഭീഷ്ട സിദ്ധിക്ക് അനുസരിച്ചുള്ള പറകളൊക്കെ ഉണ്ട്. അത് വളരെ നല്ലതാണ്. പ്രധാനപ്പെട്ട ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പറയെടുപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗതിയിൽ ഈ നെല്ല് പറയെടുപ്പ് നമ്മൾ ഓരോ ആറാട്ടിന് പോകുമ്പോഴും ഓരോ കുടുംബത്തിന്റെ ഗേറ്റിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ അത്താണി, പണ്ടൊക്കെ അത്താണിയാണ്, അത്താണിയുടെ മുമ്പിൽ വെച്ച് അണിഞ്ഞ് ഒരുങ്ങി അവിടെ പറ വെച്ചിട്ടാണ് നമ്മൾ സ്വീകരിക്കാറ്. അതൊരു ശരി. പക്ഷേ ഇപ്പോൾ സാങ്കേതികമായിട്ട് ഇതൊക്കെ കൊണ്ടുവരാനും പിടിക്കാനുള്ളതുകൊണ്ട് ഇവിടെ നമ്മളത് തുടങ്ങിയപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പകരം ഇവിടെ വന്ന് പറനടപ്പ് തരുന്ന ഒരു സംഗതിയുണ്ട്. പിന്നെ ഇപ്പോഴും പഴയ രൂപത്തിൽ ചിലരൊക്കെ വീടിൻ്റെ മുന്നിൽ തരുന്ന ഒരു ശീലമുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി, കാരണം അണിഞ്ഞ് അതിൽ പറ വെച്ച് നെല്ല് പൂക്കരയോട് കൂടിയുള്ള ഇത് തന്ന് അതിനൊരു ഐശ്വര്യം വേറെയാണ്. പക്ഷേ അത് നമുക്ക് മുഴുവൻ പ്രാവർത്തികമാക്കാൻ പലർക്കും കഴിയാറില്ല. അപ്പോൾ അപ്പൊ എന്തായാലും ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളുടെ ഉത്സവം ഗംഭീരമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് പിന്നെ ഞങ്ങൾക്കുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മള് 4 ദേശത്തു നിന്നും വരുന്ന പാന, ഈ പാന ആ കുമ്മാട്ടി പാനയോട് കൂടിയാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. ഈ അത് കുതിരയോട് കൂടി, കുമ്മാട്ടി പാന കുതിര, ഇതാണ് ഒരു ശരിയായി ഭഗവതിക്ക് ഇഷ്ടപ്പെട്ട. ഇത് അല്ല 5 മുതൽ 5:10 മുതൽ ഓരോ ടൈമിലായിട്ട് ഓരോ കയറി വരും. ആദ്യം പടിഞ്ഞാറൻ പൂരത്തിൻ്റെ പിന്നെ കുമ്മാട്ടി പാന ഉള്ളിൽ കയറും. അതിനുശേഷം തെക്കൻ പൂരത്തിൻ്റെ വരും. അത് കഴിഞ്ഞാൽ ഒരു വടക്കൻ പൂരത്തിൻ്റെ കൂട്ടിയിട്ട് വരും. അത് കഴിഞ്ഞ് കിഴക്കൻ പൂരത്തിൻ്റെ വരും. അത് ആ ഓർഡറാണ്. ആ ഓർഡറനുസരിച്ചുള്ള ഓരോ പൂര കമ്മിറ്റി പിന്നെ പാനയും കുതിരയും കുമ്മാട്ടിയും ഒക്കെ കയറി വരും. ഈ പാനയ്ക്ക് ഒരു ഐതിഹ്യമുണ്ട്, പറയട്ടെ. പാനയുടെ ഐതിഹ്യം എന്താ അറിയുക? അതായത് 5 വർഷത്തിൽ ഒരുമിച്ച് നടക്കുന്ന ഒരു പരിപാടിയായിട്ട് ഞാൻ അങ്ങനെ പാനേനെ കണ്ടു. അല്ല, ഇത് കുമ്മാട്ടി പാന വർഷം തോറും നമ്മൾ പാന വഴിപാട് കഴിക്കാറുണ്ട്. അതേമാതിരി പൂരത്തിനോടനുബന്ധിച്ച് കഴിക്കുന്ന കുമ്മാട്ടിയും പാനയും അതുണ്ട്. ആ കുമ്മാട്ടി അത് പള്ളിപ്പാന എന്നൊക്കെ പറയില്ലേ, അത് കുറച്ചുകൂടി വിപുലമായിട്ടാണ്. കാരണം വ്രതാനുഷ്ഠാനത്തോടു കൂടി ഒരു മാസം വരെയുള്ള വലിയ പാന. അതിപ്പോൾ നമ്മൾ പറയാനും പറ്റാനൊക്കെ നടക്കാറുണ്ട്. ഇവിടെ അങ്ങനെ പള്ളിപ്പാൻ അത് നടക്കാറില്ല. ഈ പാനയ്ക്കുള്ള ഐതിഹ്യം എന്താ വെച്ചാൽ, ദേവാസുര യുദ്ധം നടക്കുമ്പോൾ ഈ ദേവന്മാർക്ക് തോൽവി സംഭവിക്കുന്ന ഒരു ഘട്ടം വരികയാണ്. അപ്പോൾ ഭഗവതിയുടെ വരാവരങ്ങളും എല്ലാവരും കൂടി സഹായിച്ചുകൊണ്ട് ആ യുദ്ധത്തിൽ ദേവന്മാർ ജയിക്കണം. അപ്പോൾ ആ ദേവിയെ ഭഗവതിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടത്തിയ അതാണ് ഈ പാന. ആ പാനയെ സംബന്ധിച്ചിടത്തോളം തിരിയൊഴിച്ചിലുണ്ട്, പാന പിടുത്തുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവസാനം ഗുരുതി അർപ്പണം കഴിച്ച് ഭഗവതിയെ തൃപ്തിപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ കുമ്മാട്ടി പാന ഇതോടുകൂടി ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു വരുന്നത്. ഇതാണ് അതിന്റെ ചെറിയ ചുരുക്കം. അപ്പൊ എന്തായാലും ഞാൻ മറ്റു ആളുകളെയൊക്കെ കാണട്ടെ, നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. യെസ്, അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. അപ്പൊ ജനാർദ്ദനേട്ടൻ നമ്മൾ വൈകുന്നേരം വീണ്ടും കാണില്ലേ? പാനയ്ക്ക് വരുന്നുണ്ടോ? പാന കാണാൻ ഉറപ്പായിട്ടും ഞാൻ പാന കാണാൻ വരണമെന്ന് ഒരു എന്താ പറയുക, ഒരു 11-11:30 വന്നാൽ മതി, അപ്പോഴേ പറ്റൂ. അപ്പൊ എന്തായാലും ആ സമയത്ത്
ഞാൻ വിളിക്കും. അപ്പൊ എന്തായാലും നമുക്ക് പാന കാണാം. പാന കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും. ആ പാന ഒന്ന് കാണാം. എന്തായാലും തൊഴുകാനുള്ള ഒരു തിരക്കാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ആളുകളൊക്കെ എത്തി തുടങ്ങിയ ക്ഷേത്രത്തിനകത്തേക്കും നമുക്ക് പുറത്തേക്ക് പോകാം. മാങ്ങോട് പൂരത്തിന്റെ വിശേഷങ്ങൾ അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെർപ്പളശ്ശേരി നഗരസഭയുടെ നമ്മുടെ രശ്മിയെ നമ്മൾ കണ്ടത്. രശ്മ, എന്താ വിശേഷം? സുഖായിരിക്കണം. ഫാമിലി. അതെ. എന്താ പാങ്ങോട്ട് ലെവലിൽ പൂരല്ലേ, അടിച്ചു പൊളിക്കണ്ടേ? ഓ, കളയിൽ അടിച്ചു പൊളിച്ചു. ഓക്കെ, താങ്ക് യു. മക്കളുടെ പേരെന്താ? അശ്രിത. അശ്രിത. അഞ്ചില്. ഭയങ്കര സ്മാർട്ടാണല്ലോ. ഇവിടെ ഉള്ള പേരെന്താ? അർഷിത. എന്നെ നോക്കി പറയേ. എന്താ പേര് പറയൂ? അർഷിത. അർഷിത. അപ്പൊ ഞാനൊരു മിഠായി തരട്ടെ? രാവിലെ അല്ലേ ഒരു ക്രിക്കറ്റ് കഴിക്കാം. യെസ്. അപ്പൊ എന്നെ ഓർക്കില്ലേ ഇനി? യെസ്. അപ്പൊ എന്താണ് ഈ പൂരത്തിന്റെ വിശേഷങ്ങൾ? എന്താ പൂരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണു. ഇന്നലെ കാളവേലയായിരുന്നു. പിന്നെ മോളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ഈ പൂരം കാണുന്ന ആളുകളോട് പൂരത്തിന്റെ വിശേഷം ചോദിക്കാന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മോശപ്പെട്ട കാര്യമാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു കൗൺസിലർ ആയ ശേഷമുള്ള ഒരു ഉത്സവം എങ്ങനെയാണ്? അടിപൊളി. എല്ലാവർക്കും എന്നെ അറിയാം. പക്ഷെ ഞാൻ വെളിച്ചപ്പാടിന്റെ അങ്കാണ്. കാരണം എന്താ, എല്ലാവർക്കും എന്നെ അറിയാം. പക്ഷെ എനിക്ക് അങ്ങനെ എല്ലാവരും അറിയാൻ. അതെ അതെ. പൂരൊക്കെ അടിച്ചു പൊളിക്കുക, ഗംഭീരമാക്കുക. എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു? നാളെയാണ്. ഇന്ന് വെറുതെ പൂരൊക്കെ കാണാൻ തൊഴുകാൻ വരിക. പക്ഷെ തൊഴുകാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ് പരിപാടി? നല്ല ഐഡിയ. എന്ത് ഡാൻസ് ആയിരുന്നു? സെമി ക്ലാസിക്കൽ. അപ്പൊ ഇനി മിഠായി തന്ന മാമനെ മറക്കുവോ? പേരറിയോ? അപ്പൊ എന്തായാലും വളരെ നല്ല കാര്യം. അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്കാം. വെക്കേഷൻ അല്ലേ? നീ എവിടേക്കാ ടൂർ പോണ്? തീരുമാനിച്ചിട്ടില്ല. എങ്ങോട്ടും പോവും? വണ്ടർലേ പോയാലോ? അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും ഇങ്ങനെ വിശേഷങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരുപാട് ആളുകളാണ് അമ്പലത്തിലേക്ക്, ക്ഷേത്രത്തിലേക്ക് തൊഴുകാനും ഒക്കെ വരുന്നത്. നിരവധി ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് ആളുകളുണ്ട്. നമുക്ക് ഇവരോട് സംസാരിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് പൂരത്തിന്റെ വിശേഷം? നല്ല വിശേഷം. അടിപൊളി കാലം. വന്നിരുന്നു. പൂരം എങ്ങനെയുണ്ട്? രാവിലെ മുതൽ ഭയങ്കര നല്ല വൈബാണ്. വൈകുന്നേരം ആവാൻ കാത്തിരിക്കുകയാണ്. തുടങ്ങി. അപ്പൊ എന്തായാലും വൈകുന്നേരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വൈകുന്നേരത്തിനല്ല, തുടങ്ങി. നമ്മളെ ഗജവീരന്മാര് വൈകുന്നേരം വരും. അതിനുവേണ്ടി ആളുകൾ നൂറുള്ള ബൈക്ക് റാലിയാണ് മറ്റേ പാലത്തിന്റെ അവിടെ നിന്നിട്ട്. ഇതിപ്പോ ഒരു 10 ആന വരുന്ന സമയം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റാർട്ടായി. പിന്നെ ചെർപ്പളശ്ശേരി ശിവാശാന്റെ പഞ്ചവാദിയാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. യെസ്. അപ്പൊ എന്തായാലും ഗംഭീരമാണ്. ഒരു നമ്മള് ഇപ്പൊ വരുന്നത് ഈ തെച്ചിക്കോട്ട് വരുന്നൊരു സ്ഥാനാർത്ഥി പരിവേഷത്തിലാണ് വരുന്നതല്ലേ? നമ്മുടെ പുതുപ്പള്ളി സാധുണ്ട്. കേരളം മുഴുവനായിട്ട് ആരാധകരുള്ള ആനയാണ് ഇവിടെ. ഇവിടെ വൈകുന്നേരം ഫുൾ ആരാധകരായിരിക്കും. ആരാധകരുടെ കയ്യിലാണ് ഇത്തവണത്തെ പൂരപ്പറമ്പ്. ഈ വർഷം 7 ലക്ഷം റുപ്യക്ക് വിളിച്ച് കിട്ടിയില്ല. കൊല്ലം 6 ലക്ഷം റുപ്യ എന്നാലും കുഴപ്പമില്ല, കിട്ടി. നമ്മൾ കൊണ്ടുവരും കൊണ്ടുവരും. പൂരടിച്ചു വിളിക്കാം. ലൈഫ് ഉണ്ടാവട്ടെ. യെസ്. അപ്പൊ എന്തായാലും ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞാൽ ശിവാശാന്റെ മത്തള ചക്രവർത്തി ശിവേട്ടന്റെ ഗംഭീര മേളമുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഉത്സവം കാണാനും മേളം കാണാനൊക്കെ വേണ്ടി ഇരിക്കുന്നതാണ്. നമുക്ക് എന്തായാലും ഉത്സവാഘോഷങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ ഒരാഴ്ചയോട് സംസാരിക്കാം. യെസ്. വരാം. യെസ്. ഗുഡ് മോർണിംഗ്. നല്ല വിശേഷം. പൂരം ഗംഭീരമായിട്ട് നല്ല സന്തോഷത്തില്ല. എല്ലാവരും സന്തോഷത്തിലാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഉത്സവം. അപ്പൊ ആ ഉത്സവം ഗംഭീരമാക്കാനുള്ള പരിപാടി. തീർച്ചയായിട്ടും. എന്താ പേരെന്താ? പേരുകുട്ടൻ. എപ്പോ വന്നു? അരമണിക്കൂറാവും. അരമണിക്കൂറിൽ എങ്ങനെയാണ് ചേട്ടാ പോണത്? ഇവിടെ പൂരം തുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അപ്പൊ ഇടയ്ക്കൊന്ന് വീട്ടിൽ പോയിട്ടൊന്ന് റീഫ്രഷ് ആയിട്ട് തിരിച്ചു വരാണ് ചേട്ടൻ, കുട്ടൻ ചേട്ടൻ അല്ലേ? അപ്പൊ ഗംഭീരാവും ചേട്ടാ. മേളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ മേളം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കൊന്ന് ശിവേട്ടനൊന്ന് കാണാം. നമുക്ക് മത്തള ചക്രവർത്തി ശിവേട്ടനാണ് നമുക്കൊപ്പം. യെസ്, റൈറ്റ്. അപ്പൊ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതും ഈ ഒരു മേളത്തിന് വേണ്ടിയിട്ടാണ്, മേളപ്പെരുക്കത്തിന് വേണ്ടിയിട്ടാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം? സുഖമായിരിക്കുന്നോ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. മാങ്ങോട് പൂരം വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാവരും വലിയ ആവശ്യത്തിലാണ്. കുറച്ച് കഴിഞ്ഞാൽ ശിവാശാന്റെ മേളം ഉണ്ടെന്നാ പറയുന്നല്ല. എന്താണ് ഉത്സവത്തെ, ഈ മാങ്ങോട് ഉത്സവത്തെ കുറിച്ച് ഓർക്കുമ്പോ എന്താണ് ഓർമ്മ വരുന്നത്? നമ്മളെ തൊട്ട ദേശല്ലേ.
ആവേശമാണ്. ഏ? ആവേശമാണ്. ആവേശമാണ്. അപ്പോൾ ഞാൻ കുറച്ചു നേരം കാത്തിരിക്കാം ഇനി മേളം കാണാൻ വേണ്ടിയിട്ട്. ഗംഭീരാക്കും. ആയിക്കോ വരാം. എന്നെപ്പോലുള്ള ഒരു ആശാന്റെ മേളം കേൾക്കാൻ കോട്ടപ്പുറത്ത് വരുന്ന രാവിലെ വന്നു ഇരിക്കുന്നതാ. സമയമായത് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും വരും. ഇത് കേൾക്കാൻ വേണ്ടി മാത്രം, ഈ മേളം കേൾക്കാൻ വേണ്ടി മാത്രം വരുന്ന രാവിലെ. കാരണം ആശാന്റെ മേളം കേൾക്കാനായിട്ട് വന്നു എന്നാ പറഞ്ഞത് കോട്ടപ്പുറത്ത്. കാരണം 8-ാം വിളക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ കഴിഞ്ഞാൽ പിന്നെ കുറെ ഭേദം ഇവിടെയാണ്. മേജർ സെറ്റ് വരും. മാത്രമല്ല വലിയ തിരക്കില്ലാതെ മേളം മാത്രം കൊട്ടാൻ വേണ്ടി ഇതിനു വേണ്ടി മാത്രം കേൾക്കാൻ വരുന്ന ഒരു രാവിലെ സമയത്ത് വരുള്ളൂ. അങ്ങനെ ചേട്ടനപ്പോ ഞാനൊരു 7-8 മണിക്ക് വന്നു. മേളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം വേണ്ടേ പോളൂ, ഇത് വേണ്ടേ പോളൂ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. എന്തായാലും ഗംഭീരമാണ്. എല്ലാവരും ഗംഭീരമായിട്ടുള്ള ഒരു വൈബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല രാവിലെ മുതൽ ഉത്സവം തുടങ്ങി. അപ്പൊ ഈ ഒരു നാട്ടുകാരനും നമ്മളെ ഒരു കൂടെയുള്ള ഒരാളെ രാജേഷിനോട് ചോദിക്കാം ബാക്കി വിശേഷങ്ങൾ. രാജേഷേട്ടാ, നമുക്ക് ഈ ഉത്സവം എന്ന് പറയുന്നത് ഏറ്റവും പ്രസിദ്ധമായി വള്ളുവനാട്ടിലെ ഉത്സവങ്ങൾ ഏറ്റെടുത്ത് നോക്കുമ്പോൾ മാങ്ങോട്ടിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഉത്സവം തന്നെയാണ്. എന്താണ് മാങ്ങോട് ഉത്സവത്തെ? മാങ്ങോട് ഉത്സവം എന്ന് പറയുമ്പോൾ ഏറ്റവും കാണാൻ ചന്തമുള്ള പൂരാണ്. എല്ലാ ആനകളും നിരക്കും ഇവിടെ. അതിനു മുന്നേ വെള്ളിനേഴിയിൽ ആനകൾ നിരക്കും. അത് കഴിഞ്ഞാൽ എല്ലാ വേലകളും വന്നിട്ട് ഇവിടെ മൊത്തം നിരക്കുന്നതാവാം. മാത്രമല്ല അതിൽ ഈ മറ്റേ നമ്മുടെ വെളിച്ചം ഒരു വലിയൊരു എന്താ പറയുക, നെറ്റിപ്പട്ടത്തിലൊക്കെ ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. പൂരം പറമ്പ് ഗംഭീര പൂരപ്പുറപ്പാണ് കേട്ടോ. തീർച്ചയായിട്ടും. അതെ അതെ അതെ. താങ്ക് യു രാജേഷേട്ടാ. നമുക്ക് രാജേഷേട്ടിലേക്ക് വീണ്ടും വരാം. കുറെ ആളുകളുണ്ട്, നമുക്ക് കുറെ ആളുകളോടൊക്കെ നമുക്ക് ചോദിക്കണം. യെസ്, റൈറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം? പൂരവിശേഷം എന്താ? പൂരം വളരെ ഗംഭീരമായിട്ടുണ്ട്. എന്ത് ചെയ്യുന്നത്? ജോലി എന്താ ചെയ്യുന്നത്? നമ്മൾ ബിസിനസ്സാണ്. ബിസിനസ്സാണ്. ഈ മാങ്ങോട് പൂരം എന്ന് പറയുന്നത് വലിയ ഓർമ്മ, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഓർമ്മകളാണ്. എന്താണ് ചേട്ടന് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? ഞങ്ങൾ ചെറുപ്പത്തിലെ നമ്മൾ പിന്നെ പങ്കെടുത്ത ആളാണ്. ഞങ്ങൾ ആഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹികളാണ്. നമ്മൾ വളരെ ചെറുപ്പത്തിലൂടെ വന്നിട്ട് ഇതുവരെയും മുടങ്ങാതെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും പൊളിക്കും നമ്മൾ. ഓക്കെ. ചേട്ടാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതിയോ? അല്ല, ഇപ്പൊ എടുക്കണം. നിർബന്ധമാണോ? നിർബന്ധമാണ്. അങ്ങോട്ട് ചേട്ടൻ ഒന്ന് എടുത്തു തന്നോ, ഞാൻ എടുത്തോളാം. ഇത് ലോട്ടറി എന്ന് പറയുന്ന സംവിധാനം ചേട്ടൻ എടുത്തു തന്നാണ്. അടിച്ച ചേട്ടനും എനിക്ക് 50-50. ഓക്കെ അല്ലേ? ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഞാൻ അടിച്ചാ വിളിക്കും. ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും ലോട്ടറിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ചേട്ടൻ നിർബന്ധമായിട്ടും എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു പോവാണ്. ഈ രാവിലത്തെ ഒരു അമ്പലത്തിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് എല്ലാവരും തൊഴുകാനൊക്കെ വേണ്ടി വരുന്ന ഒരു വരവാണ്. അത് ഇവിടുത്തെ ഒരു പ്രത്യേക രാവിലെ കഴിഞ്ഞാൽ തലേ ദിവസം കാളവേല കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊഴുകാൻ വരുന്നത് ഒരു പ്രത്യേക ഈ പ്രദേശത്തുള്ള ആളുകൾക്കുള്ള ഒരു പ്രത്യേക ഒരു ഇഷ്ടവും ഭംഗിയൊക്കെയാണ്. വിശറിക്ക് എന്താ വില? 120 വിശറിക്ക് എന്താ പറഞ്ഞത്? അതൊരു പട്ടോണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റും. ഓ, അങ്ങനെ. ഇത് കാറ്റുണ്ട്. പൊളിച്ചിട്ടുള്ള. ഓ, അങ്ങനെ. ഇതാണ് 100-ന്റെ. 120. 120. അത് 100. ഓ, അങ്ങനെ. സത്യത്തില് ഈ വിശറി ഇപ്രാവശ്യം ആവശ്യം വരും. അങ്ങനെ ചൂടാണ്. അങ്ങനെ ചൂടാതെ നമ്മൾ കൊല്ലം സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. എവിടെ ചേട്ടന്റെ വീട്? എവിടെ? നെല്ലായ കൃഷ്ണപ്പടി. അല്ലേ, നമ്മളെ നാട്ടുകാരാണ്. നല്ല കൃഷ്ണപ്പടിയാണല്ലേ? അല്ല, അതിന്റെ അപ്പുറത്തെ ഒരു ഇടവഴിയുണ്ട്. മനസ്സിലായി. അപ്പൊ ആ വഴിക്കുള്ള വഴി അല്ലേ? ഇതിപ്പോ വർഷങ്ങളായിട്ട് വിശറി ഉണ്ടാക്കിയാണ്. ഞങ്ങള് ചാനലിൽ ഒരു വിശറി ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്. വിശറി വാപ്പു അറിയോ? ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്താണെന്നാ പറഞ്ഞത്. നമ്മളും അതേ കുട്ടിക്കാലത്ത് ബിസിനസ് എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളിയാണോ? കമ്മിയാണ്, പഴയ ബിസിനസ് ഇല്ല. ഇപ്പൊ എന്താ വെച്ചാലേ ഫാനും മേസിയൊക്കെ കൂടി എല്ലാതും ഉണ്ട്, എല്ലാതും ഉണ്ട്. പവർ കട്ടുമില്ല. ഇതിപ്പോ ഒരു കാണാൻ വേണ്ടിട്ട് വാങ്ങുന്ന ആൾക്കാരാ. ഭയങ്കര കൗതുകത്തോടെ വാങ്ങുന്ന സംഭവമാണ്. എന്തായാലും ചേട്ടൻ ഗംഭീരാവട്ടെ. ചേട്ടന്റെ നല്ല കച്ചവടം നടക്കട്ടെ. ഈ ഒരു ഉത്സവം കഴിയുമ്പോഴേക്കും എല്ലാം വിറ്റ് പോട്ടെ. അതായത് എല്ലാം വിറ്റ് പോകട്ടെ. 100-ന്റെ 120 രൂപയുടെയൊക്കെയാണ് വിശറികൾ. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള സംഭവം. 120 പറഞ്ഞാൽ 100, അതാണ് 120 പറയുന്നത്. അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്കാം. യെസ്. അപ്പൊ എന്തായാലും എല്ലാവരും ഗംഭീരമായിട്ട് അങ്ങനെ എല്ലാവരും കുറെ കച്ചവടക്കാരുണ്ട്. ഇതാ പൊരിയും മുറുക്കും അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരോടൊക്കെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. എന്താണ് പൊരിക്കൊക്കെ എന്താ വില? 40. നിങ്ങളെ കാണാൻ അറിയാലോ. ഇത് തമിഴ്നാട്ടിൽ. ഇത് കടല. മുറുക്ക് മംഗലാകുന്ന് മുറുക്ക്. അതെ, മംഗലാകുന്ന് വിജയൻ. മംഗലാകുന്ന് വിജയൻ. മംഗലാകുന്ന് കർണൻ എന്നൊക്കെ പറഞ്ഞ പോലെ വിജയനല്ല, മംഗലാകുന്ന് വിജയൻ അല്ലേ? കുഴപ്പമില്ല. മഴ പെയ്യായിരുന്ന മഴ പെയ്യില്ല.
ആ. കാലാവസ്ഥ എല്ലാവർക്കും അനുകൂലമാണ്. അതെ കാരണം 10-30 ആന വന്നിട്ട് അങ്ങനെ മഴ പെയ്യാൻ പറ്റുമോ? ഇത്രയും ദിവസം മഴ പെയ്യാതെ ഇന്നാണ് മഴ പെയ്ത് എങ്ങനെ ശരിയാവും? നമ്മൾ സമ്മതിക്കും. അപ്പൊ എന്തായാലും ഗംഭീരാവും. ആ ശരി. ഓക്കെ. നമ്മളിങ്ങനെ മാങ്ങോട് ഉത്സവത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഒരു ടീമിനെ നമ്മൾ പരിചയപ്പെടുത്തരാം. അപ്പൊ നമുക്ക് ആ ടീമിനെ പരിചയപ്പെടുത്തുന്നതിന് വേറെ ആളെ പരിചയപ്പെടുത്തരാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗിന് ഇത്ര പവറുമാണല്ലേ? സുഖം. എന്താ പേരെന്താ? പുണ്യാണ്. എനിക്ക് പുണ്യം കിട്ടുമോ? ചിലപ്പോ കിട്ടും. സംസാരിച്ച പുണ്യം കിട്ടും അല്ലേ? കിട്ടും. എന്താ ചെയ്യുന്നത്? പഠിക്കണം? പഠിക്കാണ്. ഭയങ്കര സ്മാർട്ടാണല്ലോ. എന്താ പഠിക്കുന്നത്? ഞാന് BBA ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. എവിടെ സ്ഥലം? ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ. ഞാൻ ഇവിടെ മാങ്ങോടാണ്. എത്ര വർഷമായി പൂരം കാണും? പൂരം കാണാൻ തുടങ്ങിയിട്ട് എങ്ങനെ പോയാലും ഒരു 5-6 വർഷമായിട്ടുണ്ടാവും. അതിന് മുന്നേ കണ്ടില്ല? ഇല്ല. കണ്ടതൊന്നും ഓർമ്മയില്ല? ഓർമ്മണ്ട്. ഓർമ്മയുണ്ട്. ആ. Yes. എന്താണ് പഴയ 5 വർഷങ്ങൾക്ക് മുന്നുള്ള പൂരം ഇപ്പോഴത്തെ പൂരം നമ്മൾ വ്യത്യാസം? പണ്ട് പറയാച്ചാല് ലൈക്ക് ആൾക്കാരൊക്കെ പൂരത്തിനോട് അത്രയും കോൺസെൻട്രേറ്റഡ് അല്ല. ഇപ്പൊ യൂത്ത് ആവട്ടെ, പ്രത്യേകിച്ച് ഇപ്പൊ റിലീജിയൻ ഇല്ല. മുസ്ലിംസ് ആവട്ടെ, ഹിന്ദുക്കളാവട്ടെ, എല്ലാവരും വന്ന് പൂരം പങ്കെടുക്കുന്നുണ്ട്. പണ്ടച്ച വെറും ഹിന്ദുക്കൾ മാത്രമായിരുന്നു. അങ്ങനെ ഒരു ഒരു യൂണിറ്റി വെക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ല വാക്കുകൾ, നല്ല ഓർമ്മകൾ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുണ്യ അല്ലെ. ഞാനൊരു സ്നേഹം തരട്ടെ. ഞങ്ങളെ ചാനലിൽ സ്നേഹം കിറ്റ്കാറ്റ്. രാവിലെ തന്നെ ഒരു മധുരം കഴിച്ചു തുടങ്ങാം. എന്ത് ശുഭകാര്യം ചെയ്യുമ്പോഴും മധുരം കഴിക്കണം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ആരോ പറഞ്ഞിട്ടുണ്ട്, വലിയൊരാള്. ഡയറി മിൽക്കിന്റെ പരസ്യത്തിൽ പറഞ്ഞതാ. അപ്പൊ ശരി, താങ്ക് യു പുണ്യ, താങ്ക് യു സോ മച്ച്. യെസ്. അപ്പൊ നമ്മൾ തിരിഞ്ഞിങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ടീമിനെ അങ്ങോട്ട് പരിചയപ്പെടാം. ആ ടീമിന് എല്ലാവരും ഇവിടെ ഉണ്ട്. എന്റെ കൂടെ ഉള്ളത് രാജേഷ് ചേട്ടൻ, അതേപോലെ തന്നെ മാളവിക, നിരഞ്ജന, ദീപിക. രണ്ടാൾക്കാരുണ്ട്. വരൂ. യെസ്, പേര് പറയൂ. അഭിഷേക്. ഇഹ്സാൻ. പേരൊക്കെ എനിക്കറിയാം. പിന്നെ പേര് ഇവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി പിന്നെ നമ്മളെ ക്യാമറ ചെയ്യുന്നത് ശരത്. യെസ്. അപ്പൊ എങ്ങനെയുണ്ട് ഉത്സവം? എന്താ ഭയങ്കര ആവേശത്തിലാണ് എല്ലാവരും. അപ്പൊ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ. ഇവിടെ എങ്ങനെയുണ്ട് പൂരം? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. യെസ്. ഇവരിവിടെ വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനും കൂടിയിട്ടാണ്. ഇവർ കൈ നിറയെ ചോക്ലേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ടീം വന്നിട്ടുള്ളത്. ഈ ചോക്ലേറ്റ്സ് മുഴുവൻ ഇവിടെ ഉള്ളവർക്ക് കൊടുക്കും. അത് എന്തിനാണെന്നുള്ളത് നിങ്ങൾ ഇവരെ കാണുമ്പോൾ അല്ലേ? നമ്മളെ ഐഡിയ എന്താ? നമ്മുടെ 2 പേജസ് ഉണ്ട്. 1 ന്യൂസ് മലയാളത്തിന്റെ ചാനലിന്റെ പേജും അതുപോലെ തന്നെ ചെറുപ്പശ്ശേരിയിലെ ലൈഫ് സയൻസ് സൂപ്പർ മാർക്കറ്റിന്റെ പേജും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് ചോക്ലേറ്റ് കൊടുക്കും. അപ്പോൾ ഫോളോ ചെയ്ത് വെച്ചാൽ നമുക്ക് ആരെങ്കിലും ആരോടെ ചോദിക്കാം ആദ്യം? ഇപ്പൊ എത്ര നേരം പുണ്യ ഉണ്ടായിരുന്നു, പുണ്യോട് ചോദിക്കായിരുന്നു. അപ്പൊ നമുക്ക് ആരെങ്കിലും ഒരാൾ കിട്ടും. യെസ്, പുണ്യ അവിടെ ഉണ്ട്. നമുക്ക് പുണ്യനെ പോയി ചോദിക്കാം. ചോദിക്കാം. യെസ്. അപ്പൊ നമുക്കൊന്ന് ചോദിക്കാം. അപ്പൊ എന്തായാലും അവരെ വർക്കായിട്ട് മുന്നോട്ട് പോയി. അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോവാം. യെസ്. അപ്പോൾ ആനകളെത്തി, ഗജവീരന്മാരെത്തി. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നെറ്റിപ്പട്ടവും കാര്യങ്ങളെല്ലാം ചാർത്തും മദ്ദള ചക്രവർത്തി ശിവാശാന്റെ ഗംഭീരമായിട്ടുള്ള ഒരു മേളം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നമുക്ക് ഇവിടെ കുറച്ച് നേരം സംസാരിക്കാം. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് പൂരം? പൂരം ആവുന്നല്ലേ ഉള്ളൂ. പൂരം ഉഷാറാണ്. എല്ലാവരും പറയുന്നേ പൂരം തുടങ്ങിയതാ. പൂരം ശിവാശാന്റെ പഞ്ചവാദ്യത്തോട് കൂടെയാണ് തുടങ്ങുന്നത്. മേളം കാണാനില്ല. മേളം വൈകുന്നേരമാണ് ഏറ്റവും. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിലൊക്കെയാണ് മേളം വരുന്നത്. ഇപ്പൊ പഞ്ചവാദിയാണ്. പഞ്ചവാദി കാണാൻ നിൽക്കുന്നില്ല. പഞ്ചവാദി കാണാൻ നിൽക്കുന്നുണ്ട്. അതെ അത്രേ കുറച്ച് സമയം. അതെ നടക്കട്ടെ. യെസ്, ശരി. എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് വെൽക്കം ബാക്ക് ദ ഷോ. നമുക്കറിയാം രാവിലെ മുതൽ തുടങ്ങിയ തിരക്കാണ്. ആ തിരക്കിലേക്ക് ആളുകളൊക്കെ എത്തി തുടങ്ങിയിരിക്കുന്നു. രാവിലെ തൊഴുകാനുള്ള തിരക്കാണ്. അതുപോലെ തന്നെ മദ്ദള ചക്രവർത്തി ശിവേട്ടന്റെ അല്ലെങ്കിൽ മദ്ദള ചക്രവർത്തി ശിവൻ നേതൃത്വത്തിൽ നടക്കുന്ന പഞ്ചവാദ്യമാണ് ഇവിടെ നടക്കുന്നത്. ആ പഞ്ചവാദ്യം കാണാൻ വേണ്ടി ഇഷ്ടംപോലെ ആളുകളൊക്കെ വരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പൂരം എന്ന് പറയുമ്പോൾ ഈ പൂരത്തിന് വരുന്ന കച്ചവടക്കാരാണ്. ആ കച്ചവടം പൊടിക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും പറയുന്നത് കാലാവസ്ഥ നമുക്ക് അനുകൂലമാവും എന്നാണ്. അങ്ങനെ അനുകൂലമായിക്കൊണ്ടിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നേരത്തെ ഗജവീരന്മാരെത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ മേളം നമ്മൾ ആരംഭിക്കുകയാണ്. ഈ മേളമാണ് പ്രധാനപ്പെട്ടത്. ഈ മാങ്ങോട് ക്ഷേത്രത്തിന്റെ പൂരം തുടങ്ങാനായി എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്സവ മാമാങ്കമാണ് ഈ മേളം എന്ന് പറയുന്നത്. അപ്പം മേളത്തിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ആ മേളത്തിന്റെ കാഴ്ച തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് ഈ തിരക്കിനിടയിലൊക്കെ പോവാന്നേ. എല്ലാവരും കുറെ ആളുകളുണ്ട്. അപ്പോ ചെർപ്പളശ്ശേരി ശിവന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പഞ്ചവാദ്യമാണ് അല്ലേ ചേട്ടാ? അതെ, ശിവാശാന്റെ നേതൃത്വത്തിൽ. അതെ. ഈ പൂരം തുടങ്ങുന്നത് ശിവാശാന്റെ പഞ്ചവാദ്യത്തോട് കൂടി. അതെ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് കുമാരൻ. എവിടെയാണോ വീട്? ഇവിടെ തന്നെ. ഈ മേളം പഞ്ചവാദ്യം കാണാൻ വേണ്ടി വന്നതാണ്. അതെ. രാവിലെ നേരത്തെ എത്തി. അതെ. എത്ര മണിക്ക് എത്തി? ഇവിടെ തന്നെയാണ് വീട്. അപ്പൊ പിന്നെ ഈ പറയേണ്ട ആവശ്യമില്ലല്ലോ. പോയി പെട്ടെന്ന് പോയി. അപ്പൊ എന്തായാലും തിരക്കുകളിലേക്ക് കടക്കാം. തിരക്കുകൾ വലിയ രീതിയിലുള്ള തിരക്കാണ്. ഇത് അമ്പലത്തിലേക്കുള്ള തൊഴുകാനുള്ള ഒരു ക്യൂ ആണ് കേട്ടോ. ഇതാണ്
അമ്പലത്തിലേക്ക് തൊഴുകാനുള്ള ഒരു ക്യൂ ആണ്. പുറത്തേക്ക് എത്തി, കാരണം അത്രയധികം അമ്പലത്തിനുള്ളിലും തിരക്കാണ്. നമുക്ക് ഇവിടെ ചോദിക്കാം. പിന്നെ ചേട്ടൻ്റെ പേരെന്താ? രാജേഷ്. ഈ വർഷങ്ങളായിട്ട് ഉത്സവം കാണുന്ന ആളുകളാണ്. അതെ അതെ. അതാണ് ആ മാറ്റം, കാലത്തിനനുസരിച്ച് മാറ്റം മാറിയിട്ടുണ്ടോ? പിന്നെ മാറിയിട്ടുണ്ട്. നല്ല മാറ്റങ്ങളല്ലേ. 30 ആനയും 30, 27 രാമേന്ദ്രൻ. അതെ അതെ അതെ. ഒരു വലിയൊരു സെലിബ്രിറ്റി വരുന്ന ലുക്കിലാണ് ആനയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ആനപ്രേമിയാണ്. അതെ. ഏതാ ഇഷ്ടപ്പെട്ട ആന? തെച്ചിക്കോട് ഇഷ്ടമാണ്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഗംഭീരമാവട്ടെ. യെസ്, ഇവിടെ എല്ലാവരും നിറയെ ആളുകളാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കുന്നു. ഉത്സവത്തിന്റെ ഏറ്റവും മനോഹരമായ നിമിഷമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നോക്കൂ, മച്ചാട് ഗോപാലൻ, മച്ചാട് ധർമ്മൻ തുടങ്ങിയ ആനകളാണ് നമുക്ക് ഈ സ്ക്രീനിൽ പ്രിയ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗജ വീരന്മാരുടെ മുന്നിലാണ് ചെർപ്പളശ്ശേരി ശിവാശാന്റെ പഞ്ചാരി മേളം നടക്കുക. ഈ മാങ്ങോട് പൂരത്തിന്റെ ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷം കൊണ്ടുവരുന്നതും ഈ പഞ്ചവാദ്യത്തോട് കൂടിയിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ വൈകുന്നേരമാണ് 28 ഇല്ലെങ്കിൽ 30ഓളം ആനകൾ അണിനിരക്കുന്ന പൂര മാമാങ്കം നടക്കാൻ പോകുന്നത്. ആ പൂര മാമാങ്കത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ആ പൂര ഉത്സവം നടക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ തെച്ചിക്കോട് രാമചന്ദ്രൻ ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരും. ബൈക്ക് റാലിയുമായിട്ടാണ് തെച്ചിക്കോട് രാമചന്ദ്രൻ ക്ഷേത്രത്തിലേക്ക് വരുന്നെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം എന്തായാലും വലിയ ഉത്സവം, വലിയ ആഘോഷം, വലിയ കാഴ്ച. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് ഉത്സവം കാണാൻ രാവിലെ തന്നെ വന്നിരിക്കുന്നത്? എപ്പോ എത്തി? രാവിലെ എല്ലാ പ്രശ്നം വരാറുണ്ട് ഇവിടെ. രാവിലെ ആദ്യം തൊഴുകും, പിന്നെ മേളൊക്കെ പഞ്ചവാദ്യം കുറച്ച് നേരം കാണും. എപ്പോ വീട്ടിൽ പോകും? പിന്നെ എപ്പോ വരും? പിന്നെ പൂരത്തിന് വൈകുന്നേരം. യെസ് ചേട്ടാ, പൂരത്തിന് വരില്ലേ? പിന്നെ ഞാനും വരും. നമ്മുടെ നാട്ടിലൊരു ഉത്സവമാണ്, വർഷത്തിൽ ഒരിക്കലും കിട്ടുന്ന ഒരു ഉത്സവമാണ്. എന്താ ചേട്ടാ പേരെന്താ? യെസ്. അപ്പൊ എന്തായാലും പൊളിക്കാൻ നമുക്ക്. യെസ്, റൈറ്റ്. അപ്പൊ എന്തായാലും ഗുഡ് മോർണിംഗ്. ആ വെയില് കൊണ്ടിട്ട് എന്റെ കണ്ണ് മഞ്ഞളിക്കണ് പറയാ. പ്രകാശ്. എന്താ ചേട്ടാ പൂരത്തിന്റെ വിശേഷം? നല്ല വിശേഷം. ഗംഭീരാണ്. ഇന്ന് ഇവിടെ ആരെയാണ് ഇന്ന് പൂരത്തിന് ഏറ്റവും കൂടുതൽ ചേട്ടൻ പ്രതീക്ഷിച്ചത്? ഇന്ന് ആനകൾ തന്നെ. നല്ല ആനകളില് ചേട്ടന്റെ ഫേവറേറ്റ് ആരാ? തന്നെ മറ്റേ തെച്ചിക്കോട് രാമൻ. അതെ, കുറച്ച് എപ്പിക്ക് എത്തുന്ന പറഞ്ഞേ. എന്തായാലും ഗംഭീരമാവട്ടെ. യെസ്. അപ്പൊ എന്തായാലും ഉത്സവങ്ങൾ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ഷോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. എല്ലാവരും ഒരുപാട് ആളുകളെയൊക്കെ പരിചയപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ കുറെ കച്ചവടക്കാരെ പരിചയപ്പെട്ടു, ഒരുപാട് ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു. എല്ലാവരെയും ഒരുപോലെ നമ്മൾ കണ്ടു. എല്ലാവരും ഭയങ്കര ആഘോഷത്തിലാണ്, ഭയങ്കര വൈബിലാണ്. നമ്മുടെ ഈ ഒരു ഷോ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇതാണ് പുണ്യയുടെ ഫാമിലി. എവിടെ തിരിഞ്ഞാലും പുണ്യാണ്. ഞാൻ അമ്പലത്തിൽ നിന്നപ്പോ അവിടുന്ന് കുറച്ച് പുണ്യം കിട്ടി. പുണ്യയുടെ അമ്മയാണ്. ഇത് എന്റെ അമ്മ മാലതി. അവളുടെ ഇത് അച്ഛൻ, പുണ്യയുടെ അടിപൊളിയല്ലേ? ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു കാളവേലയ്ക്ക്. അതെ, എനിക്കറിയാം. നിഖിൽ രാജ് അല്ലേ? ആ, അറിയാം. ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ആനകളുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ വൈബ് വന്നത്. കാരണം ഒരു സെലിബ്രിറ്റി വരുന്ന ലുക്കിലാണ് ഓരോ ആനകളും എൻ്റർ ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞാൽ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ വരുന്നത് ബൈക്ക് റാലി ആയിട്ടാണ് പറഞ്ഞത്. അറിഞ്ഞിരുന്നോ? അറിഞ്ഞു. അതെ, വടക്കമ്പൂരത്തിനായിരുന്നു വരാറ്. ഇപ്രാവശ്യം പടിഞ്ഞാറല്ലേ? എല്ലാവർക്കും വേണേ. ഞാൻ എല്ലാവർക്കും ഒരു ചോക്ലേറ്റ് തന്നാലോ? ഹാപ്പിയാണോ? അപ്പൊ ഞാൻ കിട്ടിയോ? കുട്ടി കിട്ടി, ഓൾറെഡി കിട്ടി. അപ്പൊ എല്ലാവർക്കും കിട്ടി. ഞാൻ ഇന്ന് പൂരത്തിന് വരുന്ന എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാവരും മധുരം നുണഞ്ഞ് അല്ലെങ്കിൽ മധുരം കഴിച്ച് നല്ല ശുഭകാര്യങ്ങൾ ചെയ്യട്ടെ, അല്ലേ? എന്താ അമ്മയ്ക്ക് എന്തോ പറയണ്ടല്ലോ? ഇതിപ്പോ നമുക്ക് വിചാരിക്കാത്ത ഒരു സംഭവം വന്നതിൽ വളരെ സന്തോഷം. ഇത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. ദിവസവും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ലൈഫിൽ നടക്കുന്നത്. മനസ്സിലായില്ലേ? കൂടുതൽ നമുക്കിതായി എനിക്ക് നിങ്ങളെ കാണുമ്പോഴേ സത്യം വളരെ സന്തോഷം. എന്താ ചെയ്യുന്നത് ചേട്ടൻ? എന്താ ചെയ്യുന്നത്? ഞാൻ പുറത്തായിരുന്നു കുറേ കാലം. യെസ്. അപ്പൊ എന്തായാലും ഗംഭീരമാവട്ടെ. അടുത്ത കൊല്ലല്ല, നമ്മൾ എന്നും കാണും. അങ്ങനെ ബാങ്കോട് പൂരത്തിന്റെ വിശേഷങ്ങൾ അങ്ങനെ ചോദിച്ചു വരുമ്പോഴാണ് നമ്മളെ പ്രിയപ്പെട്ട ചേട്ടൻ നമ്മളോട് എന്താണ് മോനേട്ടാ വിശേഷങ്ങൾ പൂരത്തിന്റെ? വളരെ ഭംഗിയായിട്ട് നടക്കുന്നുള്ളൊരു പൂരാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പൂരാണ്. ഈ മാങ്ങോട്ടുകാർ എല്ലാവരും വരുന്നൊരു പൂരാണ്. ഈ പൂരത്തിനായിട്ടാണ് ഇവിടെ എല്ലാവരും വരുന്നത്. ശരിക്കും
പുറത്തുള്ള ആൾക്കാരും ഗൾഫിലുള്ള ആൾക്കാരും എല്ലാവരും വരുന്നത് ഈ പൂരത്തിന് വേണ്ടിയിട്ടാണ്. സാറിനൊരു ഭാഗ്യം എന്താണെന്നറിയോ? ഇവിടെ ഇരുന്ന് പൂരം കാണാം. അത് ഞങ്ങൾക്ക് ചെറിയൊരു തടസ്സം വന്നത് ഈ ഒരു ഹാളാണ്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് കാണാമായിരുന്നു. പിന്നെ മറ്റേത് മൊത്തം കാണാമായിരുന്നു. അപ്പൊ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. വളരെ തീർച്ചയായിട്ടും വളരെ ഭാഗ്യമാണ് അത്. തീർച്ചയായിട്ടും മാങ്ങോട്ടുകാവ് ഭഗവതിയുടെ കടാക്ഷാണെന്ന് പറയാം. പിന്നെ അടിച്ചു പൊളിക്കും. പൂരത്തിനായിട്ട് വന്നത് ഇന്നലെ കാളവേല ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. രാത്രി 1:30 മണി വരെ. ഞാനേ കൊറേ കാലങ്ങളായി പൂരം കണ്ടിട്ടുണ്ടാവൂലേ? ചോദിക്കാണ്, ഞാൻ കുറെ ആളുകളോട് ചോദിച്ചു പഴയ പൂരം പുതിയ പൂരം എന്താ വ്യത്യാസം. ഞങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, കാരണം അവരിപ്പോ കാണുന്ന പൂരങ്ങളാണ്. ഞാൻ കുറെ കാലമായി ഇവിടെ വന്ന്. ഇവിടെ തറവാടാണത്. വില കുറച്ചാൾക്കാർ കൂടിയുണ്ട്, അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ കമ്മിയാവുമല്ലോ. പുറമേയുള്ളവർക്കൊന്നും വരാൻ പറ്റില്ല. അങ്ങനെ പോവാണ്. പൂരം നന്നായി വരുന്നു വിചാരിക്കുന്നു. വർഷത്തിൽ ഒരിക്കലും കാത്തിരിപ്പാണ് ഈ ഉത്സവത്തിന് വേണ്ടിയിട്ട്. ആനപ്പൂരാണ്. എല്ലാവരും ഒരു 27 ആനകൾ വരുന്നുണ്ട്. 28 ആന ഉണ്ട്. അത് തെച്ചിക്കോട് രാമചന്ദ്രൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആണോ? ചേട്ടാ അടിച്ചു പൊളിക്കാം സാറേ. ഗുഡ് മോർണിംഗ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരോടും ഭയങ്കര വൈബിലാണ്, ഭയങ്കര ആഘോഷത്തിലാണ്. ഉത്സവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവരും. നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് വിഷുവിന്റെ വരവറിയിച്ച് കണിക്കൊന്നുകൾ പൂത്തു തുടങ്ങി. ഇന്നാണ് വള്ളുവനാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ പൂര മഹോത്സവം. നിരവധി ഗജവീരന്മാരാണ് ഇന്ന് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ആ ക്ഷേത്രത്തിലെ ഈ ഗജവീരന്മാരെ കാണാൻ നിരവധി ആയിരക്കണക്കിന് ആളുകളായിരിക്കും ഇന്നിവിടെ തടിച്ചുകൂടുക. നമുക്കറിയാം, രാവിലെ തുടങ്ങിയ ഷോ ആണ്. കുറേ ആളുകളെ വിശേഷങ്ങൾ അറിഞ്ഞു, കുറേ ആളുകളുടെ പൂര കാര്യങ്ങൾ അറിഞ്ഞു. കാരണം ഒരുപാട് ഓർമ്മകൾ പറഞ്ഞു. പലർക്കും പല ഓർമ്മകളാണ് മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഇല്ലെങ്കിൽ ഉത്സവം എന്നൊക്കെ പറയുന്നത്. ഓരോ ഓർമ്മകളും നമ്മളോട് പങ്കുവച്ചു. ഇനി വൈകുന്നേരത്തോട് കൂടിയിട്ട് ഈ പൂര മഹോത്സവത്തിന്റെ ഏറ്റവും പീക്കായിട്ടുള്ള ഈ ഗജവീരന്മാർ അണിനിരക്കുന്ന മഹോത്സവ മാമാങ്കമാണ്. പ്രിയ പ്രേക്ഷകരെ, ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു പറയുന്നു, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഈ പൂരം ആസ്വദിക്കാം, പൂരം കാണാം. For the first time in Kerala, One News is the only channel that brings regional news to people from a virtual platform. Special moments nu vendi jewelry തിരഞ്ഞെടുക്കുമ്പോൾ never seen before designs. നിങ്ങളുടെ സ്നേഹത്തോളം പ്യൂർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.